ജാഫറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സോങ് പാടി നിർത്തിയാലോ? ജാഫർ സാധാരണ സ്ഥിരം പാടുന്ന പാട്ടുകളിൽ പറഞ്ഞ് ഞാൻ പാട്ടുകാരനായി 2 എപ്പിസോഡിൽ പാട്ട്. ഞാൻ പാട്ടുകാരനല്ല. ഓക്കെ, ഇക്ക പാടിക്കാൻ കൂടെ അതല്ല വേണ്ട. ചെറിയ ജാഫർ ഇപ്പോൾ ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഇപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളെ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാരഡി പാടാൻ പറ്റും ജാഫറിൻ്റെതായി? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചെയ്താൽ മതി. അങ്ങനെ മതി. മൊത്തം അറിയാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 2002 2001 തോന്നുന്നു അബീക്കാട് ട്രൂപ്പിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ. അബീക്കാട് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ ആലോചിച്ചൊരു പാട്ടും അതിനകത്ത് ഞങ്ങൾ കുറേ പേര് ആരൊക്കെ എഴുതുന്ന അറിയാൻ പാടില്ല. അന്ന് ഞങ്ങൾ വട്ടം കൂടി ചെയ്തു. അന്ന് ഉള്ളിക്ക് ഭയങ്കര വിലയായിരുന്നു. പക്ഷേ ഇത് എഴുതി തിട്ടപ്പെടുത്തി വന്നപ്പോൾ ഉള്ളിയുടെ വില കുറഞ്ഞും പോയി. പിന്നെ പ്രസക്തി ഇല്ലാതെ പോയി. ഇപ്പൊ ഭയങ്കര വിലയാ. അപ്പൊ അത് വെച്ചിട്ട് 100 രൂപ കണ്ടെങ്കിലോ. അപ്പൊ ഉള്ളീനെ വെച്ചിട്ട് ഒരു പാട്ട്. ഉള്ളിക്ക് വിലക്കയറ്റമല്ലേ, അതിനെ കുറിച്ചിട്ട് കുഞ്ഞു പാട്ട് കുറച്ച് അറിയുള്ളൂ. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ഒരു താത്ത പാടുന്ന ഒരു രീതിയിലായിരുന്നു അന്ന്. അപ്പോൾ അതിനാ ഒരു കോമഡി ഉള്ളൂ. എനിക്ക് താത്തയുടെ സൗണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അറിയാനും പാടില്ല. അപ്പോൾ എന്നാലും അങ്ങനെ ഒന്ന് പാടാം നമുക്ക്. അവരുടെ ഒരു ദുഃഖം. കരയാനും കഴിക്കാനും കച്ചമ്പറുണ്ടാക്കുവാനും ഉള്ളിക്ക് ഉള്ളി തന്നെ വേണം. ഉള്ളിയുടെ വില കെട്ടിട്ട് എൻ്റെ ഉള്ളം കാളിപ്പോയി. ഉള്ളി കൊണ്ടുള്ള കറി വേണ്ട. കരയാനും കഴിക്കാനും കച്ചമ്പറുണ്ടാക്കുവാനും ഉള്ളിക്ക് ഉള്ളി തന്നെ വേണം. ഉള്ളിയുടെ വില കെട്ടിട്ട് എൻ്റെ ഉള്ളം കാളിപ്പോയി. ഉള്ളി കൊണ്ടുള്ള കറി വേണ്ട. കാക്കിലോ ഉള്ളിക്കായി കമ്മല് പണയം വെച്ചില്ലേ? ഐശുവിന്റെ കല്യാണത്തിന് 50 സെന്റും വെച്ചില്ലേ? ഉള്ളിക്കളി ഇത് തീക്കളിയാണല്ലോ. അല്ലോ ഉള്ളിക്കളി ഇത് തീക്കളിയാണല്ലോ. കരയാനും കഴിക്കാനും കച്ചമ്പ